തരംഗങ്ങൾക്കും കഴിയും. അതിനാണ് ഓങ്കാരം ഉച്ചത്തിൽ ജപിക്കാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ റൂമിലിരുന്നിട്ട് ഓങ്കാരം പല പ്രാവശ്യം നമ്മൾ ചോദിക്കുന്ന പ്രതിധ്വനിയായിട്ട് അത് വരും. എന്താ സാർ എല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്തോണ്ടിരിക്കുകയെന്ന് പറയാം. നല്ല കേൾവിക്കാരനാണ്. കേൾവിക്കാരനാകാൻ സാധിച്ച കുട്ടി മാത്രമേ വിജയിക്കുള്ളൂ. കുറേ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചോദ്യം തിരിച്ചു വരണം. അതെന്താ മാഷെ അങ്ങനെ പറഞ്ഞ് ചോദിക്കാൻ പറ്റിയ അവനെ അറിവ് ആർജിക്കാൻ തുടങ്ങി. കോഴിക്കോടിൽ ആശ്രമമുണ്ട്, ജാതി മതം ഒന്നുമില്ല. ജാതി എവിടെയാണ്? എത്രയാണ് ജാതിയുള്ളൂ? രണ്ടേ ഉള്ളു ജാതി, ആണും പെണ്ണും. എൻ്റെ ജാതി ഏതാണെന്ന്, എൻ്റെ ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാവിളിക്കില്ല. മനസ്സിലായി? ഇനം ഏതാണെന്ന് തിരിച്ചറിയാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. എൻ്റെ ഇനം ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. എൻ്റെ ജാതി ഏതാണെന്ന് എനിക്ക് ഈ പറയണവന് മാത്രമേ പറയാൻ പറ്റൂ. ഇവിടെ ഇരിക്കുന്ന പല ജാതിക്കാരുണ്ട്. ഈ പല ജാതിക്കാരിൽ വലിയവനെയും ചെറിയവനെയൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ ജാതിക്ക് പറ്റിയ ജാതിയെ കാണിച്ചു തരാൻ പറയണേ. ഇങ്ങനെ നോക്കിയുള്ളൂ, ഒരുത്തനെ കൊണ്ട് സാധിക്കില്ല. രണ്ട് ജാതിയും പുരുഷൻ, ആണും പെണ്ണും. അതായത് പ്രപഞ്ചത്തിലൊരു സൃഷ്ടി ഉണ്ടായത് തന്നെ പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും. അതിനകത്ത് പക്ഷി മൃഗാദികളിൽപ്പെട്ട ഇരുകാലി മൃഗങ്ങളാണ് മനുഷ്യൻ. മനുസ്മൃതി അതിനകത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വഴിക്കൊക്കെ പോകേണ്ടി വരും. കുഴപ്പത്തിലായി പോകും. മനുഷ്യന് രണ്ടും ആവാൻ പറ്റുന്നവരാ. പിന്നെ അല്ല, ജന്മം കൊണ്ട് മൃഗമാണ്, പക്ഷെ വാസന കൊണ്ട് പിന്നെ സ്വഭാവം കൊണ്ടാണ് മനുഷ്യനാവേണ്ടത്. തിരിച്ചറിവുകൊണ്ട്. അതായത് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഒരു അറക്കശാലയിൽ നിൽക്കുന്ന മുട്ടനാട്, ആ മുട്ടനാടിന്റെ അമ്മയാട് അവിടെ ഉണ്ടാവും ഇല്ലേ? അമ്മയാണ് സഹോദരിയാണെന്നൊന്നും അവിടെ നോട്ടമില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അതല്ല. മനുഷ്യനെ നോട്ടമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാഗവതത്തിൽ പറയാനുണ്ട്, വീടുകൾ അങ്ങാടി പോലെ തന്നെ ഒരു അന്ധതയാൽ പുത്രി പത്നിക്ക് സമമായി വരും. ഇപ്പോഴാ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് എല്ലാത്തിലും ഒരു വ്യവസ്ഥയും നീതിന്യായ വിധാനങ്ങളും ഉണ്ടായിരുന്നു. അന്ധതയാൽ പുത്രി പത്നിക്ക് സമമായി വരും, വീടുകൾ അങ്ങാടി പോലെ തന്നെ വരും. അങ്ങാടികൾ പോലെയാവും വീടുകൾ അല്ലേ? ഇപ്പൊ വീടുകൾ അങ്ങാടി പോലെ തന്നെ വരും. അന്ധതയാൽ പുത്രി പത്നിക്ക് സമമായി വരും. കണ്ണു കാണാൻ മേലാത്തോണ്ട് വേദവ്യാസന് ഭാഗവതത്തിന്റെ യദൂലനാശം എന്ന് പറയുന്ന ഒരു അവസരത്തിൽ പറഞ്ഞിരിക്കണം. അത് വായിച്ചു കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഈ സപ്താഹ വേദിയിലൊക്കെ പോയിരിക്കാറുണ്ട്. സപ്താഹ വേദിയിലൊക്കെ പോയിരിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ദുശീലങ്ങളെ കയ്യിലുണ്ട്. ആ ദുശീലത്തിനാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ദുശീലമാണ് ഇവിടെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും. അല്ല, എനിക്ക് ഞാൻ ഈ കുംഭമേളക്ക് ഞാൻ 4-5 ദിവസം മുമ്പ് വന്നൊരാളാണ്. ഞാൻ ഇവിടെയൊക്കെ കറങ്ങി അടിച്ചിട്ടുണ്ട്. കാരണം അന്ന് എനിക്ക് കർമ്മമാകുന്ന ബന്ധങ്ങളുണ്ടായിരുന്നു. ഭാര്യ, കുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെനിക്കതില്ല. കുംഭമേള എന്താണെന്ന് അറിയാനും ഇതിനെപ്പറ്റി ഇതിൽ പങ്കാളിയാകാനും ഞാൻ ഇന്നിവിടെ വന്നു. കാരണം കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകൾ അറ്റേ മുത്തി വരോ ഇടോ എന്നല്ല പറയണം. അപ്പം ഈ കെട്ടുകളൊക്കെ മാറ്റി നിർത്തിയാൽ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റും. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ത്യജിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. ഒന്ന് കഴിഞ്ഞാലേ ഒന്നും എല്ലാവർക്കും മുത്തിയും മുത്തനൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഒട്ടല് മാറും വേണല്ലേ? പിന്നെ കൊട്ടത്തേങ്ങ പോലെ ആകണം എന്നാ പറയണത്. അതെ, കുടുകുടു വേണം. അകത്തുണ്ട് എന്നാലും ഒട്ടില്ല. ഒട്ടില് മാറാൻ കുറച്ച് പണിയാ. അത് അടി കൊണ്ടാലേ സ്വർണം മേയുള്ളി, മേഞ്ഞ് റെഡിയാവുള്ളൂ. അടി കൊള്ളണം. നല്ല കൂടത്തിന് അടി മേടിക്കണം. മൂത്ത് പഴുത്ത് ഉണങ്ങി വന്നാൽ മാത്രമേ. അതെ അതെ.
തന്നെ ഇരുമ്പ് നല്ലതുപോലെ ചുട്ട് വഴുപ്പിച്ച് അടി കുറെ കൊള്ളണം, എന്നാലേ അത് പാകപ്പെടുള്ളൂ. ഒരു കത്തിയ വാള ഉറുമിയ പരിചയ ചുരുങ്ങിയ എന്ത് വേണേലും ആക്കാം. സ്വർണ്ണല്ലേട്ടാ കയ്യേലിടാവുന്ന പാകത്തിനാക്കിയ മോതിരം, വളയാക്കിയ വള. പക്ഷെ ധാതു ഒന്നും തന്നെ സ്വർണം, പക്ഷെ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. അത്രയും ആണ് എല്ലാം സംഭവിക്കുന്നത്. ആ അജ്ഞത, ആ കാഴ്ച, ആ ഉൾക്കാഴ്ച ഇല്ലേ, അത് മാറണമെങ്കിൽ അവിടെ അജ്ഞത മാറണമെങ്കിൽ ജ്ഞാനം വരണം, ശരിയായ ജ്ഞാനം വരണം. അതിനാണ് നല്ല സംസ്കാരത്തോടെ വളരുകയും നല്ല സത്സംഗങ്ങൾ ഉണ്ടാകുകയും നല്ല ബുക്സുകൾ വായിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതിലൂടെ എല്ലാവർക്കും സത്സംഗം നിർബന്ധമാണ്. എന്തിനാ ധീരത ഇന്നും സത്സംഗമുണ്ട്, ഇന്നും പല വീട്ടുകളിലും പല കുടുംബങ്ങളിലും സത്സംഗമുണ്ട്. സ്ത്രീകൾ മാത്രമായിട്ട് പരദോഷം പറയുന്ന സത്സംഗങ്ങൾ ഞായറാഴ്ച ഉച്ചക്ക് 2 മണി തൊട്ടല്ലേ എന്ത് ഞായറാഴ്ച ഉച്ചക്ക് 2 മണി തൊട്ട് 4 മണി വരെ അല്ലേ? ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പാക്കി ആക്കപ്പോ വാട്സപ്പ് ഗ്രൂപ്പാക്കി. ആ ഗ്രൂപ്പിലെ എല്ലാ സമയവും പറ്റുമല്ലോ. ചെറിയൊരു കഥയല്ല കേട്ടോ, എൻ്റെ വീട്ടിൽ നടക്കുന്ന അനുഭവങ്ങൾ. പറയൂ. എൻ്റെ അനുജന് എന്നെ ആർക്കും പേടിയില്ല, എൻ്റെ അനുജനെ എല്ലാവർക്കും പേടിയാ. അവൻ കിഴക്കുന്നോ പടിഞ്ഞാറുന്നോ വരുന്ന കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അയൽവക്കത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ പഞ്ഞിക്കായ പൊട്ടിത്തെറിക്കില്ലേ എന്ന മാതിരി ഒരു ഓട്ടം ഉണ്ട്. അനുജനെ കണ്ട മാത്രം തെക്കേലും വടക്കേലും കിഴക്കേലും പെണ്ണുങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ടാവും. വീഡിയോ ഒക്കെ എടുക്കണ്ട, ഭയങ്കര പേടിയാ, എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഈ നോണ പറിച്ചത്. അമ്മേനും ചീത്ത പറയും, അയൽവക്കാരൊക്കെ ചീത്ത പറയും. ഈ നുണ പറയാനല്ലോ ഇവിടെ വന്നിരിക്കുന്നു. ചേട്ടൻ ഇതിപ്പോ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് നാളത്തെ തൊട്ടുള്ള ബാക്കിയുള്ള ദിവസങ്ങളെ പറ്റി ചേട്ടൻ ചിന്തിക്കുന്നുണ്ട്. അല്ല, ഇന്ന് സോഷ്യൽ മീഡിയ ആണ്. അതെ, കാരണം ഇന്ന് കേരളം ഭരിക്കണതോ ഇന്ത്യ ഭരിക്കണതോ നമ്മളോ നമ്മുടെ മനസ്സോ മറ്റുള്ള വ്യക്തികളുടെ മനസ്സൊന്നും അല്ല, സോഷ്യൽ മീഡിയ. കാരണം കുഴപ്പത്തിലാക്കി കളയും. പിന്നെ അന്തരീക്ഷത്തിൽ നമ്മൾ വീണ്ടും അറിവുകളിൽ നിന്ന് വീണ്ടും ജ്ഞാനത്തിലേക്ക് വരും. അറിവുകളിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്. മല കയറുമ്പോ ഇടയ്ക്ക് ശരണം വിളിക്കണം നല്ലതാണ്. കാരണം ഈ ആ ഒരു ആവേശം കൂടുകയും ചെയ്യും, ആ ഒരു ആയാസം കുറയുകയും ചെയ്യും. അപ്പൊ ഇടയ്ക്ക് ഇച്ചിരി തമാശയൊക്കെ ആവാം അല്ലേ സ്വാമി? സ്വാമി കൂടി പറയാം. ഉള്ളവർക്കാണ് പോകുന്നത്. ചേട്ടനുണ്ടോ പോയോ? അല്ല, ചേട്ടനുണ്ടോ പോയോ? ഉണ്ടല്ലോ, ഉണ്ടെന്ന് ഉറപ്പായില്ലേ? പോകുമ്പോ ചേട്ടൻ അറിയാലോ കൊണ്ടാണ് പോയത്? അറിയില്ല. അപ്പൊ ചേട്ടൻ പരാജയ ചേട്ടാ. ബോധത്തെ കണ്ടില്ല. അതായത് നമ്മുടെ മൈൻഡിനെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണമെന്നേ. സാമ്പത്തികല്ലേ മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ അറിവോ കനവൊക്കെ ഉണ്ടെങ്കിൽ കൂടി മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വായിക്കാതെ പറയുന്നത് സാമ്പത്തികമാണ്. തീർച്ചയായിട്ടും സാമ്പത്തികമാണ്. അപ്പോൾ ഇതിന് വൈത്താനം പോകുന്ന ഒരാൾക്ക് ഇതിൻ്റെ വൈത്താനാണല്ലോ എല്ലാവരും നടക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാളെ പറഞ്ഞ് നമുക്ക് നമുക്കായിരുന്നു. അപ്പോൾ ഈ സാമ്പത്തികം എന്നല്ല, ഇവിടെ ഇരിക്കുന്ന ഇത്ര ആൾക്കാരുണ്ട്, എല്ലാവരും ഒരേ സാമ്പത്തികത്തിലാണോ ഇരിക്കുന്നത്? ഇല്ല. പലർക്കും പല തട്ടുകളിലാണ് സാമ്പത്തികം, ഇല്ലേ? പല തട്ടുകളിൽ നല്ല ഹൈ ലെവലിൽ ഇരിക്കുന്നവർക്ക് സമാധാനമില്ല. 4 ദിവസമായുള്ള സമയം എത്രയോ കോടിയുടെ ഉടമസ്ഥൻ ഒരാൾ സ്വയം വെടിവെച്ച് മരിച്ചു. കോടികളുണ്ടായിരുന്നു. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മുതലാളി. അപ്പോൾ ഇതിന് വ്യാഖ്യാനിക്കാം പല രീതിയിൽ. അയാൾക്ക് ആ പ്രശ്നമാണ്, ഈ പ്രശ്നമാണ്, അയാൾക്ക് പെണ്ണ് പ്രശ്നമാണ്, മണ്ണ് പ്രശ്നമാണ്, എന്ത് വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് വ്യാഖ്യാനിച്ച് എഴുതി തള്ളാം. പക്ഷേ യഥാർത്ഥം അറിയുന്ന ഒരു മനുഷ്യൻ അയാൾ മാത്രം ഉണ്ടാവും.
എന്താ പ്രശ്നം വന്ന് അദ്ദേഹത്തിനും പ്രശ്നം ഉണ്ടാക്കിയ ആൾക്ക് മാത്രമേ അറിയുള്ളൂ. വേറെ ഊഹാപോഹങ്ങൾ എല്ലാ പത്രങ്ങളും പല രീതിയിൽ എഴുതാം. നമ്മൾക്ക് എന്ത് വേണേൽ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ഇതാണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, വ്യാഖ്യാനങ്ങൾ. ഈ വ്യാഖ്യാനം ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് പല കുടുംബങ്ങളും നശിച്ചു പോകുന്നത്. അപ്പോൾ ഈ പണം ഒന്നിനും ശാശ്വതമല്ല. പണം ആവശ്യത്തിന് ധാരാളം ഉണ്ടായിക്കോളൂ. പക്ഷെ നിങ്ങളുടെ ശാന്തത, സ്വസ്ഥത, ഈ ആനന്ദം അതിനെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം പണം ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ പണം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴും മനുഷ്യന്റെ ആഗ്രഹങ്ങളിലല്ലേ ഇപ്പൊ എല്ലാരും EMI അതിനാണ് ആഗ്രഹം വേണം. ആഗ്രഹം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹം വേണ്ട, അത്യാഗ്രഹം വേണ്ട. അല്ല സ്വാമിജി, ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ. ഇദ്ദേഹം പറഞ്ഞപ്പോൾ സാമ്പത്തിക ലോൽക്കാണ് സുഖമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സാമ്പത്തിക ഞാൻ പറഞ്ഞില്ല. അല്ല, സാമ്പത്തികത്തിനാണ് ആളുകൾ, അവർക്ക് കംഫർട്ട് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു അസുഖം വന്നാല് ഇപ്പൊ നാളെ പൈസ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു അസുഖം